ഇന്ന് നമ്മളുള്ളത് സിക്കിമിലെ നാതുലയിൽ നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു ജവാന് വേണ്ടി നിർമ്മിച്ചൊരു ക്ഷേത്രത്തിലാട്ടോ, ബാബ ഹർഭജൻ സിംഗ് മന്ദിർ. തൻ്റെ 20-ാം വയസ്സ് മുതൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കേട്ടോ. പഞ്ചാബ് റെജിമെൻറ്റിലായിരുന്നു ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 1968 കാലഘട്ടത്തിലാണ് പിന്നെ ഇന്ത്യ ചൈന ബോർഡറായിട്ടുള്ള നാതുല സൈഡിലേക്ക് ആൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്നതും. ആ ഒരു സമയത്താണ് ആൾ മരണപ്പെടുന്നത് കേട്ടോ. അവിടെ നിന്ന് മരണശേഷം 3 ദിവസത്തിന് ശേഷമാണ് ആളുടെ ഡെഡ് ബോഡി കിട്ടിയത്. അതും എവിടെയാണെന്നില്ല, പിന്നെ കുറേ നാൾ തെരച്ചിൽ നടത്തിയെങ്കിലും എവിടെയും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ അവിടെയുള്ള ഒരു ശിപ്പായി രാത്രി ഉറക്കത്തിൽ ആളെ സ്വപ്നം കാണുക, ഇന്ന സ്ഥലത്ത് പോയി തപ്പാൻ ഇങ്ങനെ പിന്നെ ഡ്രീമിൽ വന്ന് പറയുകയും അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഡെഡ് ബോഡി കണ്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇപ്പോഴും ഈ ഒരു ബോർഡറിൽ ആളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ആർമിക്കാർ ബിലീവ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ, ആളുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടിയുള്ളൊരു ഓഫീസ്, പിന്നെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ടെമ്പിളിൻ്റെ അടുത്ത്. ആളുടെ സാലറി കാര്യങ്ങളൊക്കെ എല്ലാ മാസവും വീട്ടിലേക്ക് അയക്കുന്ന പതിവുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ നിന്ന്. ഈ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ബാബ അവിടെ ഡ്യൂട്ടിക്കുള്ളവരെ അത് അറിയിക്കുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ, എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട്. നമ്മുടെ ഇന്ത്യൻ ആർമി മാത്രമല്ല കേട്ടോ, ചൈനയിലും ഇതൊരു ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഫ്ലാഗ് ഓഫ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ചൈനയിലായാലും ഒരു സീറ്റ് ആൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. ഇന്ത്യൻ സൈഡായാലും ചൈന സൈഡായാലും ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഹർഭജൻ സിംഗിന് വേണ്ടിയിട്ട് ഒരു സീറ്റ് എപ്പോഴും അവിടെ ഒഴിച്ചു വെക്കും. സിക്കിമിലെ ഈ ഏരിയയിൽ ബാക്കി ഏത് ദൈവത്തെക്കാളും എല്ലാവരും ആരാധിക്കുന്നത് ബാബയാണ് കേട്ടോ. ഈ ഒരു ടെമ്പിളിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ലേക്ക് കാണാൻ പറ്റും. അവിടെയാണ് ബാബയുടെ മൃതദേഹം കണ്ടെത്തിയത് കേട്ടോ. അത് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. എന്തായാലും സിക്കിമിൽ നാതുല സൈഡൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണുക.